എടാ, ഈ പേഴ്സണൽ ലൈഫിൻ്റെ പ്രത്യേകം എന്താ അറിയോ മക്കളെ? ഇതെല്ലായിടത്തും കാണിക്കാൻ പറ്റൂല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പ്രവീൺ ചെറിയത്തില്ലേ, ഫുള്ള് ഫേക്കാ. ഞാനിപ്പോൾ ട്രെയിനർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കുള്ള പ്രവീൺ ഇതല്ല. ഈ ഇരിക്കണം നിങ്ങളും ഇതൊന്നും അല്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കഴിഞ്ഞ് ശരിക്കുള്ള നമ്മുടെ സ്വഭാവം പുറത്തേക്ക് വരാണ്ട് അല്ലേ? ഇപ്പം എന്താ മനസ്സിലാക്കിയേ? നമുക്ക് 2 സ്വഭാവമെങ്കിലും മിനിമം ഉണ്ടാവണം. റിയൽ മീ ആൻഡ് പ്രൊജക്റ്റഡ് മീ. ഇന്ന് കുട്ടികളുടെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള സാധനം എന്താ അറിയോ? ഈ റിയൽ മീ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞതാ, വീട്ടിലേക്ക് അവൻ്റെ അനുജൻ വന്നപ്പോൾ മോൻ വാതിൽ ഉറങ്ങുറക്കാൻ പോയതാ. നോക്കിയപ്പോൾ ഒരാൾ ഏതോ ഒരു അങ്കിൾ വന്നിട്ടുണ്ടെന്ന്. ഏതോ ഒരു അങ്കിൾ വന്നിട്ടുണ്ട്. അപ്പം മറ്റേ എൻ്റെ വാപ്പാടാ ഞാനാടാ ഞാൻ. പിന്നെ അത് അയാൾക്ക് വിഷമാവാഞ്ഞത് അയാളും വന്നത് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയതാ. റിയൽ മീ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ മകള് അവൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അവളുടെ അടുത്ത് ചെന്നിട്ട് ഇന്ന് ഞാൻ ചെന്നിട്ട് പറയാണ് പ്രൊജക്റ്റഡ് മീ, റിയൽ മീ. അങ്ങനെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെന്താ പറയുക? അമ്മ അപ്പന് ഭ്രാന്തായി എന്തൊക്കെയോ പറയണ്ടെന്ന് പറയും. അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാവണം? തന്തേ ആരാവണം? റിയൽ മീ ആവണം. നല്ല ഇന്റർനാഷണൽ അപ്പനാവണം. ഡാഡി കൂൾ. എൻ്റെ മോളുടെ ചില കണ്ടുപിടുത്തങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഒരു ദിവസം ചെന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയാം, അപ്പയ്ക്ക് എന്ത് ബുദ്ധിയാന്ന്. അപ്പം എൻ്റെ അമ്മ കുക്ക് ചെയ്യുക. ആള് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറയാ 3യുടെ ടേബിളൊക്കെ കാണാണ്ട് കിട്ടുന്നു. 3യുടെ ടേബിൾ അവൾക്കത് ടഫാ. എനിക്കിത് 10 വരെ കിട്ടും. നിങ്ങൾക്കോ 13 ചോദിച്ചാൽ കൊടുക്കും. പക്ഷേ 10 വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അപ്പയ്ക്ക് എന്ത് ശക്തിയാന്ന്. അപ്പോൾ വൈഫ് ചോദിച്ചു എങ്ങനെ മനസ്സിലായി? ഗ്യാസും കുറ്റിയൊക്കെ ഒറ്റയ്ക്ക് പൊക്കുന്നു. അത് കാലിക്കുപ്പിയായിരുന്നു ഗൈസ്. തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് ഒരു KSRTC ബസ് ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ എൻ്റെ മോള് പറയാ അപ്പാ ഓവർടേക്ക്. കാരണം അവളുടെ വിചാരത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ കാർ ഓടിക്കാൻ പറ്റുന്ന ആൾ ഞാനാ. ഞാൻ നോക്കിയപ്പോൾ KSRTC. ഞാൻ പറഞ്ഞു വെറുതെ ജീവിതം കളയണ്ട. ഞാൻ പറഞ്ഞു പൊക്കോട്ടടി, സർക്കാർ വണ്ടി. അപ്പോൾ അവൾ അവിടെ നിന്ന് പറയാ ചുവന്ന ബസ് അപ്പ വേണ്ടാന്ന് വെച്ചിട്ടാടാ. ഇതാണോ നമ്മുടെ റിയൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്? അവിടെ ഞാൻ നല്ല അപ്പനാവണം. പക്ഷെ ആ സ്വഭാവം വെച്ചിട്ട് എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകരുത്. ഭാര്യ വീട്ടിലേക്ക് വരും ഞാൻ നിൻ്റെ അപ്പനാകുന്നു. വൈഫിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാവണം? ഷാറൂഖ് ഖാനെ വല്ല റൊമാൻറ്റിക് ഹീറോ ഉണ്ട്. ടീന ചപ്പാത്തി ഉണ്ടാക്കിയോ അല്ലേ? അപ്പോൾ ടീന ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്താ കാരണം എന്ന് അറിയാം മക്കളെ? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ ഭാര്യയും മക്കളെയും വലിയ നിലയിൽ നല്ല ഗംഭീര ലൈഫിൽ കൊണ്ടുവരണം എന്നാ. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറയാം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? അവൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാനത് പരത്തണം. ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ട്രെയിനർ പ്രവീൺ ചെറിയ ചപ്പാത്തി പരത്തേ. അപ്പോൾ അവൾ പറയാ ട്രെയിനർ ഇതൊക്കെ വീട്ടിൽ താൻ അവിടെ നിന്ന് പരത്തടോ. പിന്നെ അവൾ ഒന്നുകൂടി കോംപ്രമൈസ് ചെയ്തു. അവൾ പറഞ്ഞു പരത്തലും ഞാൻ ചെയ്തോളാം, ചേട്ടൻ ഇവിടെ വന്ന് തിന്നുമോ? മക്കളെ, നിങ്ങൾ ഏത് ഹൈറ്റ്സിലെത്തിയാലും വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഓമനകളാവണം.